ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന, നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ആദ്യം തന്നെ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും. നമുക്ക് ഈ മാവ് കുറച്ചൊരു ടൈറ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്. ചപ്പാത്തി കോലൊക്കെ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഈ മാവ് കുഴച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാതെ നന്നായിട്ട് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. അടുത്തതായി ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയതിന് ശേഷം ഞാനൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി 2 ഏലക്ക തല്ലിയതും ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും ഏലക്കയും ഈ ഒരു നെയ്യിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നല്ലൊരു മണവും അതിന് നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും. ഒരു അര മിനിറ്റോളം നമ്മൾ ഈ ഒരു തേങ്ങയും നെയ്യും ഏലക്കയായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് അവിലാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് അവിലാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു മധുരത്തിൻ്റെ പലഹാരമായതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ശർക്കര പൊടിച്ചതാണെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും അതിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് നമ്മുടെ അവലുമായിട്ട് തേങ്ങയായിട്ടൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരേക്കും നമുക്കിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഈ ഒരു കൂട്ട് നല്ല ഒട്ടുന്ന ഒരു പരുവം വരെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മാവുണ്ടല്ലോ, അതൊന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ച മാവിൽ ഒട്ടും തന്നെ എണ്ണ ചേർത്ത് കൊടുക്കാത്തതായതുകൊണ്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനൊന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ഈ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്ത് ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് ആക്കിയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഓരോരുത്തർക്കും എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലുള്ള വലിപ്പത്തിൽ ഒരു 6 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ബോൾസ് ചെറുതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വലിപ്പത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോർഡിലേക്കോ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ പൊടിയൊന്ന് തട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഒരുപാട് നൈസാക്കി പരത്താതെ ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ ഇതുപോലെ കട്ടിയായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇത്രയും വലിപ്പം മതി. ഇനി ഒരുപാടിട്ട് പരത്താൻ നിന്നാൽ ചിലപ്പോൾ ഫില്ലിങ്സ് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മാവിൻ്റെ കട്ടി ഞാൻ കാണിച്ചു തരാം. ഇത്രയും തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മാവിൻ്റെ ഒരറ്റത്ത് നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി അതിനെ ഒന്ന് ഒതുക്കിയെടുക്കണം. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ഒതുക്കിയെടുത്ത ഭാഗത്തിന് കുറച്ചൊരു പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് ഇട്ട് പരത്തരുത്, വളരെ കുറച്ച് മാത്രം പരത്താവുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തിട്ടെടുക്കണം. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മാവ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് കുറച്ച് ഫില്ലിങ്സും വെച്ച് കൊടുത്തതിന് ശേഷം മാവ് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുക. ആ ഒതുക്കിയ ഭാഗം തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഈ ഒരു ഷേപ്പിലാകുമ്പോൾ നമ്മളിത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ 6 ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം
ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ മാവ് ഓയിലിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫില്ലിങ്സ് ഒക്കെ പുറത്ത് പോകും. അതുകൊണ്ട് ഇതുപോലെ ഒരു സൈഡ് മാത്രം മുങ്ങി കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. അപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും പുറം ഭാഗം, അകം വേവുകയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകവും പുറമൊക്കെ ഒരുപോലെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടി. ഇനി മറ്റേ സൈഡ് കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് വെച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതുപോലെയൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.